ഇന്ന് ഈ പുറത്തു വന്ന ഈ വിവരമുണ്ടല്ലോ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷണറും കോടതിയും പുറത്തു വിടാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ട് സർക്കാർ പുറത്തു വിട്ടില്ല എന്ന്, അതുമാത്രമല്ല ഇത്രയും ഖണ്ഡികകൾ നൽകാൻ പറ്റില്ല എന്ന് സാംസ്കാരിക വകുപ്പിൽ നിന്നുള്ള അറിയിപ്പും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ മറച്ചു വെച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല കേട്ടോ. 12 മണിക്കൂറോളം സമയമായി ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നിട്ട്, എന്നിട്ടും ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. സർക്കാർ ഒന്നും പറയുന്നില്ല എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന്. ഇത് ആരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കളികൾ നടത്തുന്നത്? മഞ്ജുഷ, ഇതിൽ കാണേണ്ടത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു വിവേചന അധികാരമുള്ള ഓഫീസറാണ്. സ്വാഭാവികമായും സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ വിവേചനാധികാരത്തെ ചോദ്യം ചെയ്യുന്നതിനാണ് വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷൻ ഉള്ളത്. വിവരാവകാശ കമ്മീഷൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെടുകയും അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സ്റ്റേ വരികയും തുടർന്ന് വീണ്ടും ആ സ്റ്റേ അഴിഞ്ഞുകൊണ്ട് കേസ് തീരുകയും വീണ്ടും നൽകാമെന്ന ഉത്തരവ് വരികയും ചെയ്യുന്ന ഘട്ടത്തിലാണ് വ്യക്തിപരമായ വിവരങ്ങൾ ഉണ്ട് എങ്കിൽ അത് സെക്ഷൻ 8 ഹിറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് വിവരാവകാശ നിയമപ്രകാരം നൽകണ്ട എന്ന തീരുമാനം വിവേചനാധികാരത്തിൽ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എടുത്തിട്ടുള്ളത്. അത് കൊണ്ടാണ് ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ഇത് വിവരാവകാശ കമ്മീഷൻ നൽകിയിട്ടുള്ള ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വീണ്ടും നിയമപരമായി സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമേൽ വിവേചന അധികാരം ഉപയോഗിക്കുന്നതിനുള്ള സ്വതന്ത്ര ചിന്താഗതി അല്ലെങ്കിൽ മൈൻഡ് അപ്ലൈ ചെയ്യുന്നതിനുള്ള അവസരം ലഭിക്കുകയും ആ അവസരം അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതിനപ്പുറം ഇതിൽ ആരെയും രക്ഷിക്കുവാനോ സംരക്ഷിക്കുവാനോ ഇല്ല. കാരണം ഇപ്പോ ഞാൻ അതിനകത്തൊരു തിരുത്തുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, വിവരാവകാശ കമ്മീഷണർ പറഞ്ഞിരുന്നത് 81 മുതൽ 100 വരെയുള്ള പേജുകൾ നൽകേണ്ട എന്നാണ്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകൾ. ശരി, അത് വേണ്ട, കാരണം അത് വ്യക്തിപരമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്, അതുകൊണ്ട് അത് വേണ്ട. ശരി, പിന്നെ പറഞ്ഞിരുന്നു വിവരാവകാശ കമ്മീഷണറും ഹൈക്കോടതിയും പറഞ്ഞതാണ് പിന്നെയും ഈ സ്വകാര്യ വിവരങ്ങൾ ഉള്ള മറ്റേതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ പരിശോധിച്ച് അത് ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചാൽ മതിയെന്ന്. അങ്ങനെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിനൊപ്പം ഉണ്ടായിരുന്ന SPIOയുടെ കുറിപ്പും ഉണ്ടായിരുന്നുവല്ലോ ഏതൊക്കെ ഭാഗങ്ങളാണ് ഒഴിവാക്കിയിരുന്നത് എന്ന്. എനിക്ക് തോന്നുന്നത് ഒരു 14 ഭാഗങ്ങൾ ഒഴിവാക്കിയതായുള്ള കുറിപ്പാണ്. അതിൽ ഈ പറയുന്ന 81 മുതൽ 100 വരെ പേജുകൾ ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിരുന്നു. അത് വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരമാണെന്ന്. ബാക്കി ഭാഗങ്ങൾ ഇപ്പോൾ എനിക്ക് 8ാമത്തെ പേജ് മുതലുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെ 1, 2, 3, 4 എന്ന് അടുക്കി തന്നെ അതിനകത്ത് പറയുന്നുണ്ട് എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന്. അത് വിവരാവകാശ കമ്മീഷണർ ഉത്തരവ് പ്രകാരമല്ല, മറ്റ് രഹസ്യ സ്വഭാവങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അതിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 59 മുതൽ 79 വരെയുള്ള പേജുകൾ അത് ഉൾപ്പെടുത്തിയിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തു വന്ന റിപ്പോർട്ടിൽ. അത് വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് പ്രകാരമല്ല. പക്ഷേ അത് ഈ താങ്കൾ പറയുന്ന പോലുള്ള ഡിസ്ക്രിപ്ഷനാണ്, സർക്കാരിന്റെ വിവേചന അധികാരം തന്നെയാണ്. അതിൽ അങ്ങനെ വരുമ്പോൾ 118 മുതൽ 162 വരെയുള്ള പേജുകൾ ഈ റിപ്പോർട്ടിലില്ല. ഞാനും അത് പരിശോധിച്ചതാണ്. ആ പേജുകൾ ആ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതും കുഴപ്പമില്ല. പക്ഷേ ഈ 97 മുതൽ 107 വരെയുള്ള പാരഗ്രാഫുകൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് ഒരിടത്തും പറയുന്നില്ല. ഈ പറയുന്ന SPIOയുടെ ആ കുറിപ്പിലും പറയുന്നില്ല. അപേക്ഷകർക്ക് നൽകിയതാണല്ലോ ആ കുറിപ്പ്, ഇത്രയും ഭാഗങ്ങൾ ഒഴിവാക്കിയെന്ന്. അവിടെയും പറയുന്നില്ല ഈ 97 മുതൽ 107 വരെയുള്ള ഭാഗങ്ങൾ ഇല്ല എന്ന്. അതായത് 49 മുതൽ 53 വരെയുള്ള പേജുകൾ ഇല്ല എന്ന് റിപ്പോർട്ട് വാങ്ങി വായിച്ചു നോക്കിയപ്പോഴാണ്, ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞാണ് അത് ബോധ്യമായത് ഇല്ല എന്ന്. അത് ക്രോസ് ചെക്ക് ചെയ്തിരുന്നില്ല. ഇല്ല, 49 മുതൽ 53 വരെയുള്ള പേജുകളില്ല. ആ ഭാഗങ്ങളാകട്ടെ ഈ കാസ്റ്റിംഗ് കൗച്ച്, കോംപ്രമൈസ്, അതുപോലെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ, ഈ 3 ഹെഡിങ്ങിലുള്ള ഭാഗങ്ങളെ തുടർന്നു വരുന്നവയായിരുന്നു. അതിനുശേഷം വരുന്നതും അതേ ഭാഗങ്ങൾ തന്നെയാണ്. ഇതിന്റെ ഒരു ആവർത്തനം എന്ന രീതിയിൽ എന്ത് മറുപടിയാണ് നൽകുവാനുള്ളത്? സർക്കാർ ഒന്നും പറഞ്ഞിട്ടില്ല. മഞ്ജുഷ, ഇതില് പുട്ടുസ്വാമി കേസിൽ സുപ്രീം കോടതി വളരെ കൃത്യമായി ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ സംബന്ധിച്ച് നിർവചിക്കുകയും അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. സ്വാഭാവികമായി സ്വകാര്യത എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും മൗലിക അവകാശം എന്ന നിലയിൽ ആ സ്വകാര്യത സംരക്ഷിക്കേണ്ട ബാധ്യത സംസ്ഥാനത്തെ ഒരു സർക്കാരിനുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കുണ്ട്. അപ്പോ സ്വാഭാവികമായും അദ്ദേഹം നൽകിയിട്ടുള്ളത് ആ വിവേചനാധികാരം ഉപയോഗിച്ചാണ്. ആ വിവേചനാധികാരത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ട് എങ്കിൽ അത് സ്വാഭാവികമായും സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ സമീപിക്കാവുന്നതും അതിന്മേൽ ഒരു തീർപ്പുണ്ടാകുന്ന പക്ഷം അതിൽ ആ വിവരങ്ങൾ പുറത്തുവിടുന്നതിന് യാതൊരു തരത്തിലും സംസ്ഥാന സർക്കാരിന് മടിയുണ്ടാവാനിടയില്ല. കാരണം സംസ്ഥാന സർക്കാർ ഇവിടെ ആരെയാണ് സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്?
സിനിമാ മേഖലയുമായി ഇനി സംബന്ധിച്ച് അങ്ങോട്ട് വിവരാവകാശ കമ്മീഷണറുടെ അടുത്തേക്ക് പോകേണ്ടി വരും ഈ അപേക്ഷകർക്ക് താങ്കൾ പറഞ്ഞതുപോലെ. പക്ഷെ അതിന്റെ ആവശ്യമില്ലായിരുന്നുവല്ലോ. വിവരാവകാശ കമ്മീഷണർ തന്നെ ഉത്തരവിട്ടതാണ്. അത് പാലിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ്. ശ്രീ വസന്ത് നെഗുമ്പള്ളി.